നമസ്കാരം. സൗദി ജയിലിൽ നിന്ന് മോചനായി ജന്മനാട്ടിൽ തിരികെയെത്തിയ അബ്ദുൾ റഹീമിന്റെ പുനരധിവാസത്തിനായി വലിയൊരു പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂർ. നാട്ടിൽ തിരിച്ചെത്തിയ റഹീമിന് ഇനി ജീവിക്കാനും കുടുംബം പുലർത്താനുമായി തന്റെ ഉടമസ്ഥതയിലുള്ള ബോബി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലി നൽകുമെന്നായിരുന്നു അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ റഹീമിനെ സ്വീകരിക്കുവാൻ നേരിടെത്തിയ ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. റഹീമിന് താൽപര്യമുള്ള ഏത് തസ്തികയിലേക്കും ജോലി ചെയ്യാമെന്നും അതല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാനാണ് താൽപര്യമെങ്കിൽ അതിനുള്ള പൂർണ്ണ സാമ്പത്തിക സഹായം നൽകുവാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഹീമിന്റെ മോചനത്തിനായുള്ള 34 കോടി രൂപയുടെ ദിയാധന സമാഹരണത്തിൽ ബോബി ചെമ്മണ്ണൂർ വലിയ പങ്ക് വഹിച്ചിരുന്നു. യാത്രാ ഫണ്ട് രൂപീകരണം ബോച്ചെ ടീം ഏറ്റെടുത്തിരുന്നു. കേവലം ജയിൽ മോചനം മാത്രമല്ല, 20 വർഷത്തിനു ശേഷം സമൂഹത്തിലേക്ക് മടങ്ങിയെത്തുന്ന റഹീമിന്റെ ഭാവി സുരക്ഷിതമാക്കുക കൂടി ലക്ഷ്യമിട്ടാണ് ഈ ജോലി വാഗ്ദാനം. പ്രവാസി ലോകവും മലയാളി സമൂഹം ബോബി ചെമ്മണ്ണൂരിന്റെ ഈ മാതൃകാപരമായ തീരുമാനത്തെ ഇരു കൈ നീട്ടിയാണ് വരവേറ്റത്. കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീം ഇന്ന് രാവിലെ 7:30യോടെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. പെരുന്നാൾ ദിനത്തിൽ തന്നെ റഹീം നാട്ടിലെത്തുമെന്ന കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷയാണ് ഇതോടെ സഫലമായത്. കഴിഞ്ഞ ദിവസമാണ് റഹീമിന് മോചന ഉത്തരവിൽ സൗദി അധികൃതർ ഒപ്പുവെച്ചത്. തുടർന്ന് രാജ്യമിടാനുള്ള ഇമിഗ്രേഷൻ നടപടികൾ അതിവേഗം പൂർത്തിയാക്കിയതോടെയാണ് റഹീമിന് ജന്മനാട്ടിലേക്ക് തിരിക്കുവാൻ സാധിച്ചത്. വിമാനത്താവളത്തിൽ ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ള പ്രമുഖരും നൂറുകണക്കിന് നാട്ടുകാരും സ്നേഹിതരും ചേർന്ന് വൻ സ്വീകരണമായിരുന്നു റഹീമിനായി ഒരുക്കിയത്. തന്നെ സഹായിച്ച എല്ലാവർക്കും 1 കോടി നന്ദിയുണ്ടെന്നും വാക്കുകൾക്ക് അതീതമായ സന്തോഷമുണ്ടെന്നും നാട്ടിലെത്തിയ റഹീം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കഴുത്തിന് താഴെ ചലനശേഷിയില്ലാത്ത സൗദി ബാലൻ അനസ് അൽ ഷഹ്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട് 2006 റഹീം റിയാദിൽ അറസ്റ്റിലായത്. തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റഹീമിന്റെ മോചനത്തിനായി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒത്തൊരുമിച്ച് 34 കോടി രൂപയാണ് ദിയാധനമായി സമാഹരിച്ചത്. കഴിഞ്ഞ ജൂലൈയിൽ വധശിക്ഷ റദ്ദാക്കിയ കോടതി മറ്റു വകുപ്പുകളിലെ 20 വർഷത്തെ തടവ് ശിക്ഷ പൂർത്തിയായതിനെ തുടർന്നാണ് റഹീമിനെ പൂർണ്ണ സ്വതന്ത്രനാക്കിയത്. തറവാട്ട് വീട്ടിൽ ഉമ്മയും കുടുംബം റഹീമിനെ കണ്ണീരോടെയായിരുന്നു സ്വീകരിച്ചത്. വിമാനത്താവളത്തിന്റെ എക്സിറ്റ് ഗേറ്റിലൂടെ അബ്ദുൾ റഹീം പുറത്തേക്ക് വന്നപ്പോൾ വികാരനിർഭരമായ ദൃശ്യങ്ങൾക്കൊക്കെ തന്നെയാണ് കരിപ്പൂരിൽ കാണുവാനായി സാധിച്ചത്. റഹീമിനെ ഒരു നോക്കു കാണുവാനും സ്വീകരിക്കുവാനായി പുലർച്ചെ മുതൽ തന്നെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകളായിരുന്നു വിമാനത്താവള പരിസരത്ത് തടിച്ചുകൂടിയത്. സമാഹരിച്ച തുക കൈമാറാൻ മുന്നിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരും റഹീം ലീഗൽ കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് റഹീമിനെ മാലയിട്ട് സ്വീകരിച്ചു. വിമാനത്താവളത്തിലെ ഔദ്യോഗിക സ്വീകരണ ചടങ്ങുകൾക്ക് ശേഷം റഹീം നേരെ തിരിച്ചത് ഫറോക്ക് കോട്ടുപാടത്തെ സ്വന്തം തറവാട്ട് വീട്ടിലേക്കായിരുന്നു. 2 പതിറ്റാണ്ടായി കണ്ണീരോടെ പ്രാർത്ഥനകളുമായി കഴിഞ്ഞിരുന്ന റഹീമിന്റെ ഉമ്മയും മറ്റു ബന്ധുക്കളും നാട്ടുകാരും ഫറോക്കിൽ കാത്തു നിൽക്കുകയായിരുന്നു. വഴിനീളെ റഹീമിന് സ്വീകരണം ഒരുക്കുവാൻ വലിയൊരു ജനക്കൂട്ടം തന്നെയായിരുന്നു റോഡിന് ഇരുവശവുമായി കാത്തുനിന്നത്. നീണ്ട 20 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മകൻ പടികടന്ന് മുന്നിലെത്തിയപ്പോൾ ഉമ്മയും റഹീമും കെട്ടിപ്പിടിച്ചു കരഞ്ഞത് കണ്ടു നിന്നവരിലും വലിയ വികാരമുണർത്തി. ഇനി ബാക്കിയുള്ള കാലം മുഴുവൻ തന്റെ റഹീമിനൊപ്പം ഈ പഴയ തറവാട്ട് വീട്ടിൽ തന്നെ കഴിയണമെന്നായിരുന്നു ആ ഉമ്മയുടെ ഏക ആഗ്രഹം. മകൻ വരുന്നതിന് മുന്നോടിയായി തന്നെ ബന്ധുക്കൾ ആ വീട് വൃത്തിയാക്കി ഒരുക്കിയിരുന്നു. റഹീമും ഉമ്മയും തമ്മിലുള്ള ഈ പുനഃസംഗമത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ബന്ധുക്കളും പ്രദേശവാസികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് ആ വീട്ടുപരിസരത്ത് തടിച്ചുകൂടിയത്. നേരത്തെ 2024 നവംബറിൽ ഉമ്മ സൗദി അറേബ്യയിൽ ജയിലിൽ പോയി റഹീമിനെ കണ്ടിരുന്നുവെങ്കിലും നീണ്ട 20 വർഷത്തിനു ശേഷം ജയിലിന്റെ അഴികളില്ലാതെ സ്വതന്ത്രനായി റഹീം ഉമ്മയുടെ അരികിലേക്ക് എത്തിയത് ഈ പെരുന്നാൾ ദിനത്തിലാണ്. 2006 നവംബറിൽ 26-ാം വയസ്സിലായിരുന്നു അബ്ദുൾ റഹീം ഹൌസ് ഡ്രൈവർ വിസയിൽ റിയാദിലെത്തിയത്. സ്പോൺസർ ഫായിസ് അബ്ദുൾ റഹ്മാൻ അൽ ഷഹ്രിയുടെ മകൻ അനസിന്റെ പരിചരണത്തിനായിരുന്നു പ്രധാന ജോലി. കഴുത്തിനു താഴെ ചലനശേഷിയില്ലാത്ത അനസിന് ഭക്ഷണം നൽകിയിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ഉപകരണ വഴിയാണ്. 2006 ഡിസംബർ 24 അബ്ദുൾ റഹീമിന്റെ കൂടെ GMC വാനിൽ യാത്ര ചെയ്യുകയായിരുന്ന അനസ് മരിച്ചത്. ഷോപ്പിംഗിനായി പുറത്തു പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട അനസ് റഹീമിനോട് വഴക്കിട്ടു. ഇത് അനുസരിക്കാതിരുന്ന അബ്ദുൾ റഹീമിന്റെ മുഖത്ത് അനസ് പലതവണ തുപ്പി. ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ കൈ കഴുത്തിലെ ഉപകരണത്തിൽ തട്ടുകയും അനസ് ബോധരഹിതനാവുകയും മരിക്കുകയും ചെയ്തു. ഇതോടെ അബ്ദുൾ റഹീം ബന്ധുവായ കോഴിക്കോട് നല്ലളം സ്വദേശി മുഹമ്മദ് നസീറിനെ വിളിച്ചു വരുത്തി. പിടിച്ചുപറിക്കാൻ റഹീമിനെ ബന്ദിയാക്കി അനസിനെ ആക്രമിച്ചുവെന്ന രീതിയിൽ ഇരുവരും ചേർന്നൊരു കള്ളക്കഥയുണ്ടാക്കി. റഹീമിനെ സീറ്റിൽ കെട്ടിയിട്ട് പോലീസിന് വിവരം അറിയിച്ചു. എന്നാൽ പോലീസ് എത്തി ചോദ്യം ചെയ്തതോടെ കള്ളക്കഥയാണെന്ന് ബോധ്യപ്പെടുകയും ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. 10 വർഷത്തിനു ശേഷം നസീറിന് ജാമ്യം ലഭിച്ചിരുന്നു.